ദൃശ്യം സിനിമ മലയാളികളെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒന്നാണ്. മലയാളത്തെ ആദ്യമായി 50 കോടി എന്ന സംഖ്യ കാണിച്ച ചിത്രമായിരുന്നു അത്. മോഹൻലാലിന് കരിയറിലെ ഏറ്റവും മികച്ച വിജയം സമ്മാനിച്ച ചിത്രം. മോഹൻലാൽ എന്ന നടന്റെ കരിയറിൽ ഏറെ ഗുണം ചെയ്ത ചിത്രം. പക്ഷേ സംവിധായകന് കൊടുത്തത് 8ന്റെ പണിയായിരുന്നു. പൃഥ്വിരാജിനെ നായകനാക്കി ഒരുക്കിയ മെമ്മറീസിന് പിന്നാലെ ജിത്തു ജോസഫ് ഒരുക്കിയ ചിത്രമായിരുന്നു ദൃശ്യം. മെമ്മറീസിനേക്കാൾ മികച്ച വിജയം സ്വന്തമാക്കിയ ചിത്രം മലയാളത്തിലെ ആദ്യ 50 കോടി ചിത്രവുമായി. കളക്ഷൻ റെക്കോർഡുകളെ തിരുത്തുന്ന വിജയമായിരുന്നു ചിത്രത്തിന്റേത്. ദൃശ്യം വിജയമായതോടെ ജിത്തു ജോസഫ് എന്ന സംവിധായകൻ ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും അദ്ദേഹത്തെ കാത്തിരുന്നത് 8ന്റെ പണിയായിരുന്നു. ദൃശ്യത്തിന് ശേഷം പ്രേക്ഷകരുടെ ആസ്വാദന തലം ഉയർന്നു. തന്റെ മറ്റു ചിത്രങ്ങളെയും ആളുകൾ ദൃശ്യവുമായി താരതമ്യം ചെയ്ത് തുടങ്ങിയെന്നും ജിത്തു ജോസഫ് പറയുന്നു. ദൃശ്യത്തിന് ശേഷം ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ലൈഫ് ഓഫ് ജോസൂട്ടി കണ്ട പ്രേക്ഷകർ പറഞ്ഞ പ്രധാന അഭിപ്രായവും ഇതായിരുന്നു. ചിത്രം ദൃശ്യത്തിന്റെ അത്ര എത്തിയില്ല എന്ന്. എല്ലാവരും തന്നിൽ നിന്നും ത്രില്ലർ ചിത്രങ്ങളാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ത്രില്ലർ ചിത്രങ്ങൾ മാത്രമല്ല, ഫാമിലി ചിത്രങ്ങളും കുട്ടികൾക്കുള്ള ചിത്രങ്ങളും ഹൊറർ ചിത്രവും ചെയ്യാൻ താൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ജിത്തു ജോസഫ് പറയുന്നു. ത്രില്ലർ ചിത്രങ്ങൾ മാത്രം അഭിനയിച്ചാൽ പിന്നീട് പ്രേക്ഷകർ അത് വെറുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലൈഫ് ഓഫ് ജോസൂട്ടിക്ക് ശേഷം ജിത്തു ജോസഫ് ചെയ്ത ചിത്രം പൃഥ്വിരാജിനെ നായകനാക്കി ഒരുക്കിയ ഊഴമായിരുന്നു. ത്രില്ലർ ഗണത്തിൽ ഉൾപ്പെടുത്താവുന്ന ചിത്രം തന്നെയായിരുന്നു ഊഴവും. എന്നാൽ ഊഴത്തെയും പ്രേക്ഷകർ താരതമ്യം ചെയ്ത് ദൃശ്യവുമായിട്ടായിരുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, മറുനാടൻ മലയാളി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.